കലാസ്നേഹികളെ, എല്ലാവർക്കും ശർമ്മ ജിസ്മിയുടെ കഥാമൃതം പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാനൊരു കഥ പറയുകയാണ്. കഥ രക്തയക്ഷി. മന്ത്രതന്ത്രങ്ങൾക്ക് പേരുകെട്ട സൂര്യകാലടിമന. നൂറ്റാണ്ടുകൾക്കപ്പുറം ആ മനയിലെ ബ്രഹ്മദത്തൻ എന്നു പേരുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതനായ ജാതവേദൻ എന്നു പേരുള്ള ഒരു നമ്പൂതിരിയും കൂടി തൃശ്ശിവപ്പേരൂർ പൂരം കാണുന്നതിനു വേണ്ടി കാൽനടയായി പുറപ്പെട്ടു. മധ്യാഹ്നമായപ്പോൾ അവരൊരു സുഹൃത്തായ നമ്പൂതിരിയുടെ വീട്ടിൽ കയറി ഊണും കഴിച്ച് അല്പം വിശ്രമിച്ച് അവർ വീണ്ടും നടന്നു. കഥകൾ പറഞ്ഞും രസിച്ചും അവർ നടന്നു നീങ്ങി. നേരം പോയത് അറിഞ്ഞതേയില്ല. സന്ധ്യാസമയമായപ്പോൾ അവർ തികച്ചും വിജനമായ ഒരു വനപ്രദേശത്ത് എത്തിച്ചേർന്നു. ഇനിയുള്ള യാത്ര കാനനപാതയിലൂടെ വേണം പോകുവാൻ. അവർ ചുറ്റും നോക്കി. ആരെയും കാണാനില്ല. ഒരു മനുഷ്യയോ ഒരു വീടോ ഒന്നും തന്നെ കാണുന്നില്ല. നേരം ഇരുട്ടിത്തുടങ്ങിയിരിക്കുന്നു. വനത്തിനുള്ളിൽ നിന്നും ഒറ്റയാന്മാരുടെ ചിന്നൻ വിളികൾ. കുറുക്കന്മാർ ഓരിയിടുന്ന ശബ്ദം. കടുവകളുടെ ഗർജനങ്ങൾ. കൂമന്മാർ നീട്ടി മൂളുന്നു. കടവാവലുകൾ ചിറകടിച്ചു പറക്കുന്നു. ചേക്കേറിയ പക്ഷികളുടെ ആരവങ്ങൾ. എല്ലാം കൂടി ഭീതിതമായ ഒരു അന്തരീക്ഷം. എന്തു ചെയ്യണമെന്നറിയാതെ അവർ അല്പനേരം നിന്നു. അപ്പോൾ അതാ അങ്ങകലെ ഒരു ഇടവഴിയിൽ നിന്നും രണ്ട് പെൺകുട്ടികൾ പ്രധാന വഴിയിലേക്ക് ഇറങ്ങി വന്നു. അവർക്ക് സന്തോഷമായി. വേഗം അവർ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ. ഇവരെന്തെങ്കിലും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അവരിങ്ങോട്ട് ചോദിച്ചു, അല്ല, തിരുമേനിമാരെങ്ങോട്ടാ യാത്ര? ഞങ്ങൾ തൃശ്ശിവപ്പേരൂർ പൂരം കാണാൻ പോകുന്ന വഴിയാണ്. അയ്യോ തിരുമേനിമാരെ, ഇനിയുള്ള യാത്ര വനപാതയിലൂടെ വേണം. അത് അപകടമാണ്. അസമയങ്ങളിൽ ആരും ഈ വഴി സഞ്ചരിക്കാറില്ല. അങ്ങനെ ആരെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആപത്തുകൾ നേരിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഇന്ന് രാത്രി എവിടെയെങ്കിലും തങ്ങി നാളെ രാവിലെ യാത്ര പുറപ്പെടുന്നതായിരിക്കും ഉചിതം. അല്ല, ഞങ്ങൾ ഈ നാട്ടുകാരല്ല. ഞങ്ങൾക്കിവിടെ അത്ര പരിചയമൊന്നുമില്ല. എങ്കിലൊരു കാര്യം ചെയ്താട്ടെ. എൻ്റെ പേര് ലക്ഷ്മി. ഇതെൻ്റെ അനുജത്തി ദുർഗ. ഞങ്ങളുടെ ഭവനം ഇവിടെ അടുത്താണ്. ഇന്ന് അവിടെ എത്തി അത്താഴവും കഴിച്ച് സുഖമായി ഉറങ്ങി നാളെ രാവിലെ യാത്ര പുറപ്പെടാം. ഭട്ടതിരിയും നമ്പൂതിരിയും പരസ്പരം നോക്കി. അല്ല, അതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. അതിഥികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പുണ്യമല്ലേ തിരുമേനി? മാത്രവുമല്ല, അതിഥി ദേവോ ഭവ എന്നാണല്ലോ പ്രമാണം. വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട്? ഭട്ടതിരി ചോദിച്ചു. ആരുമില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രം. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അവർ മരിച്ചുപോയി. ഞങ്ങൾ അനാഥരാണ് തിരുമേനി. ഇവിടെ അടുത്ത് ഒരു ദേവീക്ഷേത്രമുണ്ട്. അവിടെ
പൂക്കളിർത്തും മാല കെട്ടിയുമാണ് ഞങ്ങൾ ഉപജീവനം നടത്തുന്നത്. ഇന്ന് വെള്ളിയാഴ്ചയായിരുന്നല്ലോ. ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ദീപാരാധന കഴിഞ്ഞു വരാൻ അല്പം വൈകിപ്പോയി. അല്ല, തിരുമേനിമാരുടെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് ബ്രഹ്മദത്തൻ ഭട്ടതിരി. ഇത് എൻ്റെ സ്നേഹിതൻ ജാതവേദൻ നമ്പൂതിരി. അങ്ങനെ പരസ്പരം പരിചയപ്പെട്ട അവര് ഒരു ഇടവഴിയിലൂടെ മെല്ലെ നടന്നു നീങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ഒരു മണി മാളികയുടെ മുമ്പിൽ എത്തിച്ചേർന്നു. മനോഹരമായ ഒരു മാളിക. ആ സുന്ദരി പെൺകുട്ടികളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് നമ്പൂതിരി ഭട്ടതിരിയും ആ മാളികയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. അകത്ത് അതിവിശാലമായിട്ടുള്ള 2 മുറികൾ. ഒന്നിൽ ഭട്ടതിരിയോടും മറ്റൊന്നിൽ നമ്പൂതിരിയോടും വിശ്രമിക്കാൻ പറഞ്ഞ ശേഷം ആ പെൺകുട്ടികൾ അത്താഴത്തിന് എന്തെങ്കിലും തയ്യാറാക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഭട്ടതിരി മുറിക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഒരു കൽവിളക്കിൽ തിരിയിട്ട് കൊളുത്തിയിരിക്കുന്നു. അതിന്റെ പ്രകാശം ആ മുറിക്കുള്ളിൽ ആകെ പരന്നിരിക്കുന്നു. ആ മുറിയുടെ ഒത്ത നടുവിൽ ഒരു കട്ടിൽ മെത്ത വിരിച്ചിട്ടിരിക്കുകയാണ്. ഭട്ടതിരി തന്റെ ഭാണ്ഡം ആ കട്ടിലിൽ ഇറക്കി വെച്ചു. എന്നിട്ട് ആ കട്ടിൽ ഇരുന്നു. മെല്ലെ ഒന്ന് കിടന്നു. ക്ഷീണം കൊണ്ട് അറിയാതെ ഉറങ്ങിപ്പോയി. എന്തോ ഒരു ശബ്ദം കേട്ട് ഭട്ടതിരി ഞെട്ടിയുണർന്നു. അപ്പോൾ അയാൾ കണ്ടത് തന്റെ കട്ടിലരികി നിൽക്കുന്ന ലക്ഷ്മി എന്ന സുന്ദരി പെണ്ണിനെയാണ്. അയാൾ അവളെ സൂക്ഷിച്ചു നോക്കി. എന്തൊരു സൗന്ദര്യമാണ് ഇവൾക്ക്! ഇതിനു മുമ്പ് ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടേയില്ല. പൂർണ്ണ ചന്ദ്രനെ വെല്ലുന്ന മുഖകാന്തി, വില്ലുപോലെ വളഞ്ഞുള്ള പുരികക്കൊടികൾ, താമര ഇതൾ പോലുള്ള കണ്ണുകൾ, എള്ളിന്റെ പൂവ് പോലെ ഉയർന്നു നിൽക്കുന്ന നാസിക, തൊണ്ടിപ്പഴം അതിന്റെ നിറമുള്ള ചുണ്ടുകൾ, നുണക്കുഴിയുള്ള കവിളുകൾ, ശിരസ് മുതൽ ഏകദേശം മുഴങ്കാലോളം നീണ്ടുകിടക്കുന്ന ചുരുൾമുടി, അവളുടെ മൂക്കുറ്റിയിലെ വൈഢൂര്യത്തിന്റെ പ്രഭ ആ മുറിക്കുള്ളിൽ പരന്നതായി ഭട്ടതിരിക്ക് തോന്നി. അയാൾ വീണ്ടും അവളെ സൂക്ഷിച്ചു നോക്കി. എന്താ തിരുമേനി ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ലക്ഷ്മി, അച്ഛനും അമ്മയും മരിച്ചെന്ന് പറഞ്ഞല്ലോ. അവർ എങ്ങനെയാണ് മരിച്ചത്? അവർക്കെന്തായിരുന്നു ജോലി? അല്പം നേരത്തെ മൗനത്തിന് ശേഷം അവൾ പറഞ്ഞു, അതൊരു കഥയാണ് തിരുമേനി, ഒരു കഥന കഥ. ഞങ്ങളുടെ ജോലി തന്നെയായിരുന്നു അവർക്കും. തുച്ഛമായ വരുമാനം ഉള്ളതുകൊണ്ട് ഓണം പോലെയാണ് ഞങ്ങൾ ജീവിച്ചത്. സന്തോഷകരമായ ജീവിതം. അന്നൊരു നാൾ അയൽരാജ്യത്തെ രാജാവായ ഇന്ദ്രജിത്ത് വർമ്മ ഞങ്ങളുടെ നാട്ടുരാജ്യം ആക്രമിച്ചു. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. അനേകം പേർ കൊല്ലപ്പെട്ടു. ഇവിടുത്തെ രാജാവായ ചന്ദ്രസേനെ അവർ വധിച്ചു. അനേകം പേർ തടങ്കലിലാക്കപ്പെട്ടു, പ്രത്യേകിച്ച് സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികൾ. അങ്ങനെ രാജഭടന്മാർ ഞങ്ങളുടെ വീട്ടിലും എത്തിച്ചേർന്നു. ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അച്ഛനും അമ്മയും ശക്തമായി എതിർത്തു. ആ രാജഭടന്മാർ ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ച് ഞങ്ങളുടെ അച്ഛനെയും അമ്മയും വെട്ടിയരിഞ്ഞു. ഞങ്ങളുടെ കൺമുമ്പിൽ വെച്ചവർ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങളെ അവർ കൂട്ടിക്കൊണ്ടുപോയി പടപ്പാളയത്തിലെത്തിച്ചു. അന്ന് രാത്രിയിൽ ഒരു രാജഭടൻ ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. അയാൾ ഞങ്ങളെ
സേനാനായകന്റെ വസതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാമവെറിയനായ സേനാനായകൻ ഞങ്ങളെ കടന്നു പിടിച്ചു. ഞങ്ങൾ ശക്തമായി എതിർത്തു. അയാൾ പിന്മാറുന്ന ലക്ഷണമില്ല. അവസാനം ഞാൻ അയാളുടെ കൈത്തണ്ട കടിച്ചു മുറിച്ചു. രക്തം ചീറ്റി പ്രവഹിച്ചു. കോപാകുലനായ അയാൾ ഞങ്ങളെ അയാളുടെ ഉടവാളിന് ഇരയാക്കി. അങ്ങനെയാണ് തിരുമേനി ഞാനും എന്റെ അനുജത്തിയും മരിച്ചത്. ലക്ഷ്മി, നീ എന്താ പറഞ്ഞത്? അങ്ങനെയാണ് ഞങ്ങൾ മരിച്ചതെന്ന്. അപ്പോൾ നീ അതെ, അന്നു മുതൽ ഞങ്ങൾ ഭീകരരൂപികളായ രക്തദാഹികളായ രണ്ട് യക്ഷികളായി തീർന്നു. മനുഷ്യരക്തം ഊറ്റിക്കുടിക്കുന്നതും അവരുടെ മാംസം ഭക്ഷിക്കുന്നതും ഞങ്ങൾക്ക് ഹരമായി. ആദ്യം ആ സേനാനായകനെയും അയാളുടെ കുടുംബത്തെയും ഞങ്ങൾ ഉന്മൂലനം ചെയ്തു. എന്റെ കണ്ണിൽ കണ്ടവരെയെല്ലാം ഇപ്പോഴും തുടരുകയാണ്. ഇന്നിപ്പോൾ ഞങ്ങളുടെ വലയിൽ വീണിരിക്കുന്നത് ബ്രഹ്മദത്തൻ ഭട്ടതിരിയും യാദവേദൻ നമ്പൂതിരിയും. അവളുടെ കണ്ണുകൾ ചുവന്ന് തുറച്ചു. അവളുടെ കടവായിൽ രണ്ട് ദംഷ്ട്രങ്ങൾ ഇറങ്ങി വന്നു. അവളുടെ കരാഗ്രങ്ങളിൽ കൂർത്തുമൂർത്ത നഖങ്ങൾ പ്രത്യക്ഷമായി. തീവാറുന്ന കണ്ണുകളുമായി അവൾ ഭട്ടതിരിയെ നോക്കി. കൂർത്തുമൂർത്ത നഖങ്ങളുള്ള അവളുടെ കൈകൾ ഭട്ടതിരിയുടെ കഴുത്തിനു നേരെ നീണ്ടുചെന്നു. അപകടം മണത്ത ഭട്ടതിരി കാളീദേവിയെ ധ്യാനിച്ചു. അമ്മേ മഹാമായേ കാളീദേവി, അടിയനെ രക്ഷിച്ചാലും ഭഗവതി. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയേ നമഃ. ഭട്ടതിരിയുടെ പ്രാർത്ഥന വിഫലമായി. കൂർത്തുമൂർത്തും നഖങ്ങളുള്ള അവളുടെ കൈകൾ ഭട്ടതിരിയുടെ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ചന്ദ്രക്കല പോലെ വളഞ്ഞുള്ള അവളുടെ ദംഷ്ട്രങ്ങൾ അയാളുടെ മാറിടം പിളർത്തി. രക്തം ചീറ്റി പ്രവഹിച്ചു. ആ രക്തം അവൾ നക്കിക്കുടിച്ചു. ഭട്ടതിരി ഒന്ന് പിടഞ്ഞു. പ്രാണൻ വെടിഞ്ഞു. ഉടൻ തന്നെ അവൾ ആ മാംസം ഭക്ഷിക്കുവാൻ തുടങ്ങി. ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം ആ മുറിക്കുള്ളിൽ മുഖരിതമായി. ഈ സമയം അങ്ങേ മുറിക്കുള്ളിൽ ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുകയായിരുന്നു നമ്പൂതിരി. പെട്ടെന്ന് ദുർഗ എന്ന പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വന്നു. വന്നപാടെ അവൾ നമ്പൂതിരിയെ രൂക്ഷമായി നോക്കി. എന്നിട്ട് സൗമ്യമായി പറഞ്ഞു, തിരുമേനി, ആ ഗ്രന്ഥം ഒന്ന് മാറ്റിവെക്കാമോ? എനിക്ക് അങ്ങോട്ടൊന്ന് വരണം. ഒരല്പം കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഇല്ല, ഈ ഗ്രന്ഥം ഞാൻ മാറ്റിവെക്കില്ല. ഇത് ദേവീ മാഹാത്മ്യം എന്ന വിശിഷ്ടമായ ഗ്രന്ഥമാണ്. ഇതെല്ലാ ദിവസവും ഞാൻ പാരായണം ചെയ്യുന്നതാണ്. ഇത് ഞാൻ മാറ്റിവെക്കില്ല. ഇത് ഞാൻ ഉറങ്ങുമ്പോൾ എൻ്റെ തലയാണയ്ക്ക് അടിയിലുണ്ടാവും. പറഞ്ഞോളൂ കുട്ടി, എന്താണെന്ന് വെച്ചാൽ. അല്ല തിരുമേനി, ഇന്ന് ഒരു ദിവസത്തേക്ക് അതൊന്ന് മാറ്റിവെക്കാമോ? നമ്പൂതിരിക്ക് ഒരു സംശയം തോന്നി. പെട്ടെന്ന് നമ്പൂതിരിയുടെ കാതിൽ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ ഗുരുനാഥന്റെ ശബ്ദം മുഴങ്ങിക്കെട്ടു. വത്സ, നീ അപകടത്തിൽ ഇവർ കേവലം മനുഷ്യ സ്ത്രീകളല്ല. നീ വടയക്ഷയുടെ ആകർഷണ വലയത്തിൽ പെട്ടിരിക്കുകയാണ്.
ഒരിക്കലും നീ ആ ഗ്രന്ഥം മാറ്റിവെക്കരുത്. അങ്ങനെ വെച്ചാൽ നിന്നെ ഇവർ കൊല്ലും. നിന്റെ രക്തം ഊറ്റിക്കുടിക്കും. നിന്റെ കൂട്ടുകാരനായ ഭട്ടതിരി കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേയൊരു മാർഗം മാത്രമേ. പരാശക്തിയും സാക്ഷാൽ ഭരദേവതയുമായിട്ടുള്ള ദുർഗാദേവിയെ അകമഴിഞ്ഞു പ്രാർത്ഥിക്കുക. നമ്പൂതിരി കണ്ണുകൾ ഇറുക്കി അടച്ചു. ആ ഗ്രന്ഥം തന്റെ മാറോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ദുർഗാദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിനാഴികകൾ നാഴികകളായി, നാഴികകൾ യാമങ്ങളായി. രാത്രിയുടെ അന്ത്യയാമത്തിലെപ്പോഴോ ആ പെൺകുട്ടി ആ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. നേരം പ്രഭാതമായി. നമ്പൂതിരി കണ്ണുകൾ തുറന്നു. മഹാത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അവിടെ മാളികയുമില്ല, പെൺകുട്ടികളുമില്ല. അദ്ദേഹം ഒരു പനയുടെ മുകളിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. ഇതെല്ലാം യക്ഷികളുടെ മായയായിരുന്നെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഒരുവിധം അയാൾ ആ പനമുകളിൽ നിന്ന് താഴെയിറങ്ങി. അതാ അടുത്ത ഒരു പനയുടെ ചുവട്ടിൽ തന്റെ കുറ്റസ്നേഹിതനായ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുംബയും മാത്രം. ബാക്കിയെല്ലാം യക്ഷി ഭക്ഷിച്ചിരിക്കുന്നു. ആ കാഴ്ച കണ്ട് നമ്പൂതിരി പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ സുഹൃത്തായ ഭട്ടതിരിയുടെ ആത്മാവിന്റെ മുക്തിക്ക് വേണ്ടി അല്പസമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ച ശേഷം തൃശ്ശിവപേരൂരേക്കുള്ള യാത്ര മതിയാക്കി അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. മരണപ്പെട്ടുപോയ ഭട്ടതിരിക്ക് അനന്തരാവകാശികളായി ആ തറവാട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്പൂതിരി നാട്ടിൽ ചെന്ന് ഭട്ടതിരിയുടെ മരണവൃത്താന്തം അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മല്ലിക അന്തർജനത്തിനെ അറിയിച്ചു. ആ സമയം അവർ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ഈ വൃത്താന്തമറിഞ്ഞ് അവർ മാറത്തടിച്ച് നിലവിളിച്ചു. അടുത്ത നിമിഷം അവർ ബോധരഹിതയായി നിലത്തു വീണു. അകത്തുനിന്നും 3-4 സ്ത്രീകൾ വന്ന് അവരെ താങ്ങിപ്പിടിച്ച് അകത്തളത്തിലേക്ക് കൊണ്ടുപോയി. നമ്പൂതിരി അവിടെ നിന്നും സ്വന്തം ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി. പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ആ പതിവ്രതയായ അന്തർജനം തന്റെ ഭർത്താവിന്റെ ശേഷക്രിയകളെല്ലാം യഥാവിധി നിർവഹിച്ചു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. ഒരു ദിവസം മല്ലിക അന്തർജനം സുന്ദരനായ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. സൂര്യനെ പോലെ തേജസ്വിയായ ഒരു ബാലൻ. ആ ബാലന്റെ ജാതകർമ്മം, അന്നപ്രാശനം, ഉപനയനം തുടങ്ങിയ ഷോഡശക്രിയകളെല്ലാം യഥാവിധി നിർവഹിച്ചു. ആ ബാലന് 16 വയസ്സായപ്പോഴേക്കും മന്ത്രതന്ത്രങ്ങളിലും സർവശാസ്ത്രങ്ങളിലും നിപുണനായിത്തീർന്നു. ഒരു ദിവസം അമ്മ മകനെ അരികിൽ വിളിച്ചു പറഞ്ഞു, അച്ഛന്റെ മരണവൃത്താന്തം. അത് കേട്ട് ആ ബാലന് വല്ലാതെ വിഷമം തോന്നി. തന്റെ അച്ഛനെ ഒരു യക്ഷി ചതിയാൽ വധിക്കുകയായിരുന്നു എന്നറിഞ്ഞ ആ ബാലന്റെ ഉള്ളിൽ ഒരു പ്രതികാരാഗ്നി ആളിപ്പടർന്നു. എന്റെ അച്ഛനെ വകവരുത്തിയ യക്ഷിയെ ശിക്ഷിക്കണം, അവളെ ആവാഹിക്കണം, എന്നിട്ട് അഗ്നിയിൽ സംഹരിക്കണം. ആ ബാലൻ
പ്രതിജ്ഞയെടുത്തു. അതിന് കൂടുതൽ തപശക്തി ആവശ്യമാണ്, മന്ത്രശക്തിയും ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ സൂര്യദേവനെ തപസ് ചെയ്യാൻ പോകുകയാണ്. അമ്മയുടെ അനുവാദം വാങ്ങി ആ ബാലൻ സൂര്യദേവനെ തപസ്സാരംഭിച്ചു. ഓം സൂര്യായ നമഃ, ഓം മിത്രായ നമഃ, ഓം ആദിത്യായ നമഃ. ഒരു ദിവസം സൂര്യദേവൻ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ ബാലന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. വത്സ, നിനക്ക് എന്തു വരമാണ് വേണ്ടത് ചോദിച്ചാലും ഭഗവാനെ, അടിയന് ഒരേ ഒരു വരം മാത്രം മതി. അത് ജ്ഞാനത്തിന്റെ വരമാണ്. മന്ത്രതന്ത്രങ്ങളിലും സർവശാസ്ത്രങ്ങളിലും അടിയനെ ജയിക്കുവാൻ ആരും ഉണ്ടാകരുത്. തദാസ്തു, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സൂര്യദേവൻ വരമരുളി. എന്നിട്ട് ആ ബാലന്റെ കാതിൽ ചില മന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രങ്ങൾ പുരസ്ചരണം ചെയ്ത് സിദ്ധി വരുത്തിക്കൊള്ളു. പോരാഞ്ഞിട്ട് ഒരു ഗ്രന്ഥവും സമ്മാനിച്ചു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗ്രന്ഥത്തിൽ നോക്കി പഠിച്ചുകൊള്ളുക. സൂര്യദേവൻ അന്തർധാനം ചെയ്തു. ഈ ബാലനാണ് പിന്നീട് പ്രശസ്തനായിത്തീർന്ന മഹാമാന്ത്രികനായ സൂര്യകാലടി ഭട്ടതിരി. അദ്ദേഹത്തിന്റെ കീർത്തി നാടെങ്ങും പരന്നു. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ധാരാളം ആൾക്കാർ മന്ത്രവാദ വിഷയത്തിന് അദ്ദേഹത്തെ കാണുവാനെത്തി. അവരുടെ എല്ലാം സങ്കടങ്ങൾ മാന്ത്രിക താന്ത്രിക കർമ്മങ്ങളിലൂടെ അദ്ദേഹം നിർവഹിച്ചു കൊടുത്തു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അദ്ദേഹം വിവാഹിതനായി. ഗൃഹസ്ഥാശ്രമിയായി കഴിയുന്ന കാലത്ത് ഒരു ദിനം അദ്ദേഹം ചിന്തിച്ചു, തൻ്റെ അച്ഛനെ വകവരുത്തിയ യക്ഷിയെ ശിക്ഷിക്കാൻ സമയമായിരിക്കുന്നു. അതിനുവേണ്ടി അപൂർവങ്ങളിൽ അപൂർവമായ ഒരു പൂജയും ഹോമവും നടത്താൻ അദ്ദേഹം നിശ്ചയിച്ചു. അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്രത്യേകം തയ്യാറാക്കിയ ഒരു പന്തൽ ഇട്ടു. ചാണകം കൂട്ടി മെഴുകിയ തറയിൽ ഹോമകുണ്ഡം ഒരുക്കി. പത്മമിട്ട് അദ്ദേഹം തന്റെ ഗുരുകാരണവന്മാരെയും ഗണപതി ഭഗവാനെയും ഉപാസനാമൂർത്തികളെയും സൂര്യദേവനെയും പൂജിച്ചു. അതിനുശേഷം ഹോമകുണ്ഡത്തിൽ അഗ്നി പകർന്നു. ഹോമം ആരംഭിച്ചു. ഹോമം മുക്കാൽ ഭാഗമായപ്പോൾ അദ്ദേഹം യക്ഷിയെ അവിടേക്ക് ആവാഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഒരു ശക്തമായ കാറ്റ് ആഞ്ഞു വീശുകയാണ്. പൂജാ വിളക്കുകളെല്ലാം അണഞ്ഞുപോയി. തൂക്കുമണികൾ ശബ്ദിക്കുന്നു. ഒരു പാതിരാപ്പൂവിന്റെ രൂക്ഷമായ ഗന്ധം ഭട്ടതിരിയുടെ മൂക്കിലേക്ക് തുളച്ചു കയറി. അങ്ങകലെ എവിടെയോ ഒരു കാൽച്ചിലമ്പിന്റെ ശബ്ദം കേൾക്കുന്നു. ആ ശബ്ദം അടുത്തടുത്ത് വരുന്നതായി ഭട്ടതിരിക്ക് തോന്നി. ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് ആരും അനങ്ങരുത്. യക്ഷിയുടെ വരവാണ്. ആരും ഭയപ്പെടരുത്. ഭയമുള്ളവർ കണ്ണുകൾ അടച്ചിരുന്നു കൊള്ളുക. പരികർമ്മികളോടും ദാസന്മാരോടും ഭട്ടതിരി പറഞ്ഞു. എല്ലാവരും ഭയന്ന് കണ്ണുകൾ അടച്ചിരുന്നു. പെട്ടെന്ന് ഒരു കാട്ടുകൊമ്പൻ, ഒരു കാട്ടാന വന്നിട്ട് ആ ഹോമപ്പന്തൽ കുത്തി മറിക്കാൻ തുടങ്ങി. ഒരു നിമിഷം അമ്പരന്ന് പോയ ഭട്ടതിരി ഗണപതി ഭഗവാനെ ധ്യാനിച്ചു. മഹാവിനായക മന്ത്രം
ജപിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ ആന ഒരു പോത്തിന്റെ രൂപം സ്വീകരിച്ചു. മുക്കറയിട്ടുകൊണ്ട് കൊമ്പ് കുലുക്കി ഭട്ടതിരിയുടെ നേരെ പാഞ്ഞു വന്നു. ഭട്ടതിരി മഹിഷമർദിനി മന്ത്രം ജപിച്ചു. പെട്ടെന്ന് പോത്ത് ഒരു പന്നിയുടെ രൂപം സ്വീകരിച്ചു. തേറ്റ നീട്ടിക്കൊണ്ട് ഭട്ടതിരിയെ കുത്തിക്കീറാൻ വേണ്ടി പാഞ്ഞെടുത്തു. ഭട്ടതിരി വരാഹി ദേവിയെ ധ്യാനിച്ചു. വരാഹി മന്ത്രം ജപിച്ചു. പെട്ടെന്ന് ആ കാട്ടുപന്നി ഒരു കരാള സർപ്പമായി മാറി. തുറന്നുകൊണ്ട് പണം വികസിപ്പിച്ച് ചീറ്റിക്കൊണ്ട് ഭട്ടതിരിയെ ദംശിക്കാനായി പാഞ്ഞെടുത്തു. ഭട്ടതിരി ഉടൻ തന്നെ ഗരുഡ ഭഗവാനെ ധ്യാനിച്ചു. ഗരുഡന്റെ ചിറകടിയൊച്ച. പെട്ടെന്ന് ഭീമാകാരനായ ഒരു ഗരുഡൻ വന്ന് ആ പാമ്പിനെ കൊത്തിയെടുത്ത് പറന്നുപോയി. ഉടൻ തന്നെ ആ യാഗശാലയ്ക്ക് തീ പിടിച്ചു. അഗ്നി ആളിക്കത്തുകയാണ്. ഭട്ടതിരി ഒരു നിമിഷം വരുണദേവനെ ധ്യാനിച്ചു. വരുണമന്ത്രം ജപിച്ചു. ആകാശത്ത് ഒരിടിനാദം മുഴങ്ങി. മഴ പെയ്യുവാണ്. ആ മഴയിൽ അഗ്നിനാളങ്ങളെല്ലാം അണഞ്ഞുപോയി. തന്റെ മായാശക്തികളൊന്നും ഭട്ടതിരിയുടെ മുമ്പിൽ വിലപ്പോവില്ല എന്ന് മനസ്സിലാക്കിയ യക്ഷി തന്റെ ഭയാനകമായ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭട്ടതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷയായി. എല്ലാം ഭയപ്പെടാതെ അദ്ദേഹം അവളെ അടിമുടിയൊന്ന് നോക്കി. ചകിരിനാര് പോലെ പാറിപ്പറക്കുന്ന മുടികൾ, വട്ടക്കിണറുകൾ പോലെ ആഴത്തിലുള്ള കണ്ണുകളിൽ അഗ്നി ജ്വലിക്കുകയാണ്. ചന്ദ്രക്കല പോലെ വളഞ്ഞുള്ള രണ്ട് ദംഷ്ട്രങ്ങൾ. അവളുടെ നാക്ക് പുറത്തേക്ക് നീട്ടിയിട്ടിരിക്കുന്നു. അതിൽ നിന്നും ചോരത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുകയാണ്. കാൽമുട്ടുവരെ നീണ്ടുകിടക്കുന്ന അവളുടെ കരങ്ങളിൽ കൂർത്തുമൂർത്ത നഖങ്ങൾ. തീപാറുന്ന കണ്ണുകളുമായി അവൾ ഭട്ടതിരിയെ നോക്കി. സൂര്യക്കാരടി പട്ടേരി, നിങ്ങളുടെ മന്ത്രതന്ത്രങ്ങൾക്ക് എന്നെ തളയ്ക്കാൻ കഴിയില്ല. ഇപ്പോൾ നീ എന്നെ ഇവിടെ ആവാഹിച്ചത് മൂലം നിന്റെ മരണത്തെ നീ ഇരന്നു വാങ്ങിയിരിക്കുകയാണ്. നിന്റെ അച്ഛനെ അയച്ച സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കുന്നുണ്ട്. നിർത്ത് നിന്റെ ജൽപ്പനങ്ങൾ. കണ്ടിട്ടും കൊണ്ടിട്ടും നിനക്ക് മതിയാവില്ലേ? സൂര്യക്കാരടി ഭട്ടതിരിയുടെ മന്ത്രതന്ത്രങ്ങൾക്ക് ശക്തിയുണ്ടോ എന്നുള്ളത് ഞാൻ നേരിട്ട് കാട്ടിത്തരാം. നിന്നെ ഞാൻ സ്തംഭിപ്പിക്കും. എന്നിട്ട് ഈ അഗ്നിയിലേക്ക് ആവാഹിക്കും. ഇവിടെ നിന്നെ ഞാൻ സംഹരിക്കും. ഇല്ല പട്ടേരി, നിങ്ങൾക്കതിന് കഴിയില്ല. അതിനു മുമ്പ് നിങ്ങളെ ഞാൻ സൂര്യാത്മജാലയത്തിനയക്കും. സ്വന്തം ജാതകം പരിശോധിച്ചില്ലേ മഹാമാന്ത്രികൻ? സർവേശ്വരകാരകനായ വ്യാഴം ബാധകാധിപനായി ശത്രുസ്ഥാനത്ത് നിന്നുകൊണ്ട് മൃത്യുകാരകനായ ശനിയെ നോക്കുന്നത് കണ്ടില്ലേ? മൃത്യു മൃത്യു എനിക്ക് ദാഹിക്കുന്നു. നിന്നെ കൊന്ന് നിന്റെ രുധിരം പാനം ചെയ്ത് ഞാൻ എന്റെ ദാഹം അകറ്റാൻ പോകുകയാണ്. വാ വാ വാ. യക്ഷിയുടെ കൂർത്തമൂർത്ത നഖങ്ങളുള്ള കരങ്ങൾ ഭട്ടതിരിയുടെ കഴുത്തിനു നേരെ നീണ്ടിച്ചെന്നു. ഭട്ടതിരി
ഒരു നിമിഷം ധ്യാനനിമഗ്നനായി. ബഗളാമുഖി ദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അമ്മേ മഹാമയേ ബഗളാമുഖി, ഈ രക്തദാഹിയായ യക്ഷിയെ സ്തംഭിപ്പിച്ച് അടിയനെ രക്ഷിച്ചാലും ഭഗവതി. ഓം ഹ്രീം ബഗളാമുഖി സർവഘൃഷ്ടാന വാചം മുഖം പദം സ്തംഭയ ജിഹ്വാം കീലയ ബുദ്ധിം വിനാശയ ഹ്രീം ഓം സ്വാഹ. അഗ്നിയിൽ തൊട്ടെന്നതുപോലെ യക്ഷിയുടെ കരങ്ങൾ പുറകിലേക്ക് വലിച്ചു. യക്ഷിയുടെ കൈകൾ വിറയ്ക്കുന്നു, കാലുകൾ സ്തംഭിക്കുന്നു, ശരീരമാസകലം ചുട്ടു പൊള്ളുന്നത് പോലെ അവളുടെ ഭാവം മാറി. അവൾ കൈകൂപ്പിക്കൊണ്ട് ഭട്ടതിരിയോട് അപേക്ഷിച്ചു. അങ്ങ് മഹാമാന്ത്രികൻ തന്നെ. അങ്ങ് ജയിക്കുവാൻ ആർക്കും സാധ്യമല്ല. അങ്ങ് പറയുന്നതെന്തും ഞാൻ അനുസരിക്കാം. ഞാൻ ഇവിടം ഉപേക്ഷിച്ച് പൊയ്ക്കൊള്ളാം. അങ്ങെന്നെ സംഹരിക്കരുത്. അവിടുന്ന് എനിക്ക് മാപ്പ് തരണം. നിനക്ക് മാപ്പോ ഇല്ല. നിരപരാധിയായ ഒരു ബ്രാഹ്മണനെ, എന്റെ അച്ഛനെ ചതിയാൽ വകവരുത്തി നിനക്ക് മാപ്പില്ല. എത്രയെത്ര പേരുടെ ജീവൻ നീ അപഹരിച്ചു, എത്ര പേരുടെ ചോര നീ ഊറ്റിക്കുടിച്ചു, എത്ര കുടുംബങ്ങളെ നീ അനാഥമാക്കി. നിനക്ക് മാപ്പില്ല, നിനക്ക് മാപ്പില്ല. നിന്നെ ഞാൻ ഈ ഹോമാഗ്നിയിൽ സംഹരിക്കുകയാണ്. എങ്കിൽ പട്ടേരി, നിങ്ങളുടെ അന്ത്യനാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ നിന്നെ ശപിക്കുകയാണ്. ഇന്നേക്ക് 41-ാം നാൾ നീ ശ്വാസം മുട്ടി മരിക്കാൻ ഇടവരട്ടെ. അന്നേ ദിവസം നിന്റെ മന്ത്രസിദ്ധികൾ നിനക്ക് നഷ്ടമാകും. ആരോരുമില്ലാതെ ഏകനായി നീ ശ്വാസം മുട്ടി മരിക്കും. നിന്റെ വാസനാമൂർത്തികളും മന്ത്രദേവതകളും നിന്നെ കൈവടിയും. മരണത്തിൽ എനിക്ക് ഭയമില്ല. ഞാനൊരു ഭീരുവല്ല. ഒരു ഭീരുവിന് ഒരിക്കലും ഒരു മന്ത്രവാദിയാകാൻ കഴിയില്ല. ഇതിനൊരു മോചനം പറയാം. മോചനം, മോചനം. തിരുവാലൂർ ക്ഷേത്രത്തിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് ദർശനം നടത്തി മഹാമൃത്യുഞ്ജയ മന്ത്രം 1008 ജപിച്ച് നമസ്കരിച്ചാൽ മരണത്തിൽ നിന്നും നീ രക്ഷപ്പെടും. പക്ഷേ ഒരിക്കലും നിന്റെ മന്ത്രസിദ്ധികൾ നിനക്ക് തിരികെ ലഭിക്കുകയില്ല. ഇത് സത്യം. ഭട്ടതിരി വീണ്ടും ചില കഠിനമായ മന്ത്രപ്രയോഗത്തിനാൽ യക്ഷിയെ ഹോമകുണ്ഡത്തിലേക്ക് ആവാഹിച്ച് സംഹരിച്ചു. യക്ഷിയുടെ ദീനരോധനങ്ങൾ അന്തരീക്ഷത്തിലേക്ക് അലയടിച്ചുയർന്നു. നേരം പ്രഭാതമാകാറായി. അന്നത്തെ പൂജയും ഹോമവും അവസാനിപ്പിച്ച് ഭട്ടതിരി സന്ധ്യാവന്ദനത്തിൽ പുറപ്പെട്ടു. തന്റെ അച്ഛനെ നിഗ്രഹിച്ച യക്ഷിയെ സംഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ സന്തോഷം തോന്നി. എങ്കിലും യക്ഷിയുടെ ശാപവചനങ്ങൾ അദ്ദേഹത്തിന്റെ കർണങ്ങളിൽ പതിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അന്ന് കേരള രാജ്യം ഭരിച്ചിരുന്ന പള്ളിബാണ പെരുമാൾ എന്നുള്ളൊരു രാജാവ് ഭട്ടതിരിയെ ആളയച്ച് വരുത്തി. എന്നിട്ട് പറഞ്ഞു, തൻ്റെ ഭാര്യയ്ക്ക് ഒരു ഗന്ധർവബാധയുണ്ടെന്നും പല മാന്ത്രികന്മാരും വന്ന് പല മന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടും അത് ഒഴിഞ്ഞു പോകുന്നില്ലെന്നും ആ ബാധയെ ഒന്ന് ഒഴിപ്പിച്ചു തരണമെന്നും പറഞ്ഞു.
അങ്ങനെയാകട്ടെ എന്ന് ഭട്ടതിരി സമ്മതിച്ചു. അതിലേക്ക് ഒരു ചാർത്തെഴുതി രാജാവിങ്കൽ സമർപ്പിച്ചു. ഇന്ന് വൈകിട്ട് തന്നെ ഹോമവും പൂജയും നടത്തുന്നതാണ് എന്നും പറഞ്ഞു. അന്ന് രാത്രിയിൽ ഭട്ടതിരി കളങ്ങൾ വരച്ചു, ഹോമകുണ്ഡം തയ്യാറാക്കി, പിണിയാളിനെ കളത്തിൽ ഇരുത്തി ഹോമം ആരംഭിച്ചു. ഹോമം മുക്കാൽ ഭാഗമായിട്ടും പിണിയാളിനെ തുള്ളുകയോ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുകയോ ചെയ്തില്ല. ഭട്ടതിരി കോപാകുലനായി കഠിനമായ ചില മന്ത്രപ്രയോഗങ്ങൾ നടത്തുവാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ ഗന്ധർവൻ ഭട്ടതിരിയുടെ മുമ്പിൽ പ്രത്യക്ഷനായി. കൈതൊഴുതുകൊണ്ട് ഗന്ധർവൻ പറഞ്ഞു, അങ്ങ് മഹാമാന്ത്രികൻ തന്നെ. അങ്ങേ ജയിക്കുവാൻ ഈ ധരണിയിൽ ആരും തന്നെയില്ല. അങ്ങ് മുമ്പ് സംഹരിച്ച യക്ഷിയുടെ ഭർത്താവായ ഗന്ധർവനാണ് ഞാൻ. അവൾ പോയതിൽ പിന്നെ ഞാൻ വളരെ സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രാജപത്നിയെ കണ്ടതും അവളിൽ മോഹമുദിച്ചതും അവളിലേക്ക് ഞാൻ ആവേശിച്ചതും. ഇപ്പോൾ അങ്ങ് പറയുന്നു അവളെയും വിട്ടു പോകണമെന്ന്. സങ്കടമുണ്ട്. അങ്ങ് ഈ പൂജയും ഹോമവും അവസാനിപ്പിച്ച് ദയവായി ഇവിടുന്ന് പോകണം എന്നാണ് അടിയന് പറയുവാനുള്ളത്. ഇല്ല, ഒരിക്കലുമില്ല. നിന്നെ ഒഴിപ്പിക്കാം എന്നുള്ളത് ഞാൻ രാജാവിന് വാക്കുകൊടുത്താണ്. ഭട്ടതിരിക്ക് ഒരു വാക്കേ ഉള്ളൂ. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിൽ നിന്റെ ഭാര്യ അയച്ച സ്ഥലത്തേക്ക് തന്നെ നിന്നെ ഞാൻ അയക്കുന്നുണ്ട്. ഭട്ടതിരിയുടെ വാക്കുകൾ കേട്ട് ഗന്ധർവൻ കോപാകുലനായി. ദുഷ്ടനായ മന്ത്രവാദി, നിന്നെ ഞാൻ ശപിക്കുകയാണ്. ഇന്നേക്ക് 12-ാം ദിവസം നീ മൂത്രം മുട്ടി മരിക്കാനിടവരട്ടെ. തെല്ലും കുരുങ്ങാതെ ഭട്ടതിരി വീണ്ടും ചില മന്ത്രപ്രയോഗങ്ങൾ നടത്തി ഗന്ധർവനെ സത്യം ചെയ്യിച്ച് പറഞ്ഞയച്ചു. രാജാവ് ഭട്ടതിരിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി പറഞ്ഞയച്ചു. വിജയശ്രീ ലാളിതനായി മടങ്ങുമ്പോഴും ഭട്ടതിരിയുടെ കാതുകളിൽ ഗന്ധർവന്റെ ശാപം അലയടിച്ചുകൊണ്ടിരുന്നു. ഭട്ടതിരി മരിക്കും എന്ന് പറഞ്ഞ ദിവസത്തിന് തലേദിവസം തിരുവാലൂർ ക്ഷേത്രത്തിൽ സന്ധ്യാസമയത്ത് ദീപാരാധന നടക്കുകയാണ്. ജനങ്ങളെല്ലാം ഭക്തിപൂർവം തൊഴുതു നിൽക്കുന്നു. ഈ സമയത്ത് ആകാശത്തിൽ ഒരു അശരീരി കേട്ടു. നാളെ ഈ ക്ഷേത്രത്തിൽ ഒരു മൃത്യു സംഭവിക്കും. അതുകൊണ്ട് നാളെ 3:45 നാഴിക പകലുള്ളപ്പോൾ ദീപാരാധനയും അത്താഴപൂജയും കഴിച്ച് ക്ഷേത്രമടച്ച് എല്ലാവരും പൊയ്ക്കൊള്ളണം. ജനങ്ങളെല്ലാം ഭയവിഹ്വലരായി. അതേപോലെ തന്നെ പിറ്റേ ദിവസം 3:45 നാഴിക പകലുള്ളപ്പോൾ ദീപാരാധനയും അത്താഴപൂജയും കഴിഞ്ഞ് എല്ലാവരും ക്ഷേത്രനടയടച്ച് പൊയ്ക്കഴിഞ്ഞു. ഭട്ടതിരി അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. യാത്ര ചെയ്ത് വന്നതുമൂലം ശുദ്ധം മാറിയിരുന്നതിനാൽ ആ ക്ഷേത്രക്കുളത്തിൽ ഇറങ്ങി മുങ്ങിക്കുളിച്ചു. കരയ്ക്ക് കയറി വസ്ത്രം മാറി ഭസ്മധാരണം ചെയ്തു. അതുവരെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഭട്ടതിരിക്ക്. പെട്ടെന്ന് മൂത്രമൊഴിക്കണം തോന്നി. അല്പം അകലെ മാറി മൂത്രമൊഴിക്കാനിരുന്നു. അപ്പോൾ മൂത്രമൊഴിക്കണ്ട, അവിടെ നിന്നിട്ട് കുളത്തിലിറങ്ങി കയ്യും കാലും മുഖവും കഴുകി കരയ്ക്ക് കയറി. അപ്പോൾ വീണ്ടും മൂത്രമൊഴിക്കണമെന്ന് തോന്നി. വീണ്ടും പോയിരുന്നു. അപ്പോഴും മൂത്രം ഒഴിക്കണ്ട. വീണ്ടും കുളത്തിലിറങ്ങി ശുദ്ധി ചെയ്ത് കരയ്ക്ക് കയറി. അപ്പോഴും മൂത്രമൊഴിക്കണമെന്ന് തോന്നി. ഗന്ധർവന്റെ ശാപം ഫലിക്കുകയാണല്ലോ എന്ന് ഭട്ടതിരിയുടെ മനസ്സിൽ തോന്നി. അങ്ങനെ സന്ധ്യാസമയം വരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു.
സന്ധ്യയായപ്പോഴേക്കും ഭട്ടതിരി ശാരീരികമായി തളർന്നുപോയി. അദ്ദേഹം അവശനായി കുളക്കടവിൽ വീണു. ആ സമയം തന്നെ ശ്വാസം മുട്ടൽ ആരംഭിച്ചു. യക്ഷിയുടെ ശാപവും ഫലിക്കുകയാണ്. ശ്വാസം മുട്ടല് കലശലായപ്പോൾ അദ്ദേഹം ആ നിലത്ത് കിടന്ന് ഉരുണ്ടു. എന്നിട്ട് ആത്മഗതം എന്ന പോലെ പറഞ്ഞു, ഭഗവാനെ, ഗ്രന്ഥത്തിൽ കണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇങ്ങനെ ഒരു ശിക്ഷ അടിയന് വേണോ? ഗ്രന്ഥത്തിൽ കണ്ടത് ഭട്ടതിരി തന്നെ ചെയ്യണം എന്ന് ഗ്രന്ഥത്തിലുണ്ടായിരുന്നു. ഒരശരീരി കേട്ടു. ഭട്ടതിരി തലയുയർത്തി നോക്കി. പെട്ടെന്ന് അവിടെ ഒരു പ്രകാശം പരന്നു. ഭട്ടതിരിയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ആ കണ്ണുകളിൽ വിസ്മയം. അദ്ദേഹം ആകാശത്തേക്ക് നോക്കി. അതാ, ആരൊക്കെയാണ് ഈ വന്നു നിൽക്കുന്നത്? എന്റെ ഗുരുകാരണവന്മാർ, എന്റെ ഉപാസനാമൂർത്തികൾ, എന്റെ ഭാരദേവതകൾ, സൂര്യദേവൻ, എല്ലാവരും എനിക്ക് ദർശനം നൽകിയിരിക്കുന്നു. സാക്ഷാൽ യമധർമ്മൻ എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് സ്വയം എഴുന്നള്ളിയിരിക്കുന്നു. ഇതിൽ പരം ഒരു പുണ്യം എനിക്കെന്താണ് വേണ്ടത്? എന്റെ ജന്മപാപങ്ങളെല്ലാം അകന്നു പോയിരിക്കുന്നു. ഇനിയും ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുകയാണ്. ഗുരവേ നമ. ഭട്ടതിരി എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തു നിന്നും ഒരു പ്രകാശം ഉയർന്നു വന്ന് സൂര്യദേവനിൽ വിലയം പ്രാപിച്ചു. കലാസ്നേഹികളെ, നിങ്ങളുടെ എല്ലാം സഹകരണമുണ്ടെങ്കിൽ ഇത്തരം കഥകളുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. കഥ ഇഷ്ടപ്പെട്ട ഒരു കാരണവശാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ആ ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനിയും ഇടുന്ന കഥകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇനിയും ഒരു കഥയുമായി വരുന്നവരെ ബൈ.